ഒരു ക്യാമ്പസ് ചിത്രം ആദ്യമായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ പ്രൊഫസറായിട്ടാണ്. ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലമാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്ന വേറൊരു കഥയുണ്ട്. അത് പടത്തിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് റിവീൽ ചെയ്ത് അതിലൊരു സസ്പെൻസും ഒരു ത്രില്ലിങ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. എൻ്റെ മനസ്സിൽ പല വിഷയങ്ങളുടെ ഒത്തിരിയേറെ കഥകളുണ്ട്. അതിനെ അതായത് ചുമ്മാ ഒരു പടം നമ്മൾക്ക് എടുക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മൾ അധ്വാനിച്ച വളരെ വർഷത്തിൻ്റെ അധ്വാനമാണ് ഞങ്ങളുടെയൊക്കെ പ്രവാസികളുടെ പൈസ. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന സാധനം 10 വർഷം കഴിഞ്ഞ് കണ്ടാലും, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ശ്രീനിവാസൻ സാറിൻ്റെയൊക്കെ സിനിമകൾ ഇന്നും ചിന്താവിഷ്ടയായ ശ്യാമള ഞാൻ ഇരുന്ന് കാണും. ഈ വർഷം എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. ബാക്ക് ടു ബാക്ക് എനിക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു. അത് ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തതാണോ അതോ പ്ലാൻ ചെയ്ത് ഒരു കാത്തിരിപ്പിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും? കാരണം സ്വർഗം സിനിമ ജനങ്ങളിൽ എത്തി എന്നുള്ള ശരിയാണെങ്കിലും അതിന്റെ വിൽപ്പനയുടെ സാധ്യതകൾ അത് വേറെ രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തത്. ഞാൻ അതിന്റെ തുടക്കം ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അത് സാമ്പത്തികമായി നമുക്കൊരു വലിയ നേട്ടം തരുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ പൈസ കുറച്ച് നമുക്ക് നഷ്ടം വന്ന പടമാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് ആഘോഷത്തെയാണ് നമ്മുടെ ആഘോഷത്തിന്റെ പ്രധാനപ്പെട്ട താരമായ നമ്മുടെ പ്രിയപ്പെട്ട താരം നരേൻ ചേട്ടൻ. നമ്മള് ചേട്ടാ, എന്താണ് ആഘോഷം? ഇപ്പൊ ക്ലാസ്മേറ്റ്സ് പോലത്തെ ഒരു പടം ആയിരിക്കും എന്നുള്ള അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് വേറെ ഒരു കഥ. ഇത് ക്ലാസ്മേറ്റ്സിലെ മുരളി വീണ്ടും വരുന്നു എന്നൊക്കെയാണ് ടോക്ക്. അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി ക്ലാസ്മേറ്റ്സിന് ശേഷം ഒരു ക്യാമ്പസ് ചിത്രം ആദ്യമായിട്ടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ പക്ഷേ പ്രൊഫസറായിട്ടാണ്. ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലമാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്ന വേറൊരു കഥയുണ്ട്. അത് പടത്തിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് റിവീൽ ചെയ്ത് അതിലൊരു സസ്പെൻസും ഒരു ത്രില്ലിങ് സംഭവങ്ങളൊക്കെ ഉള്ളൊരു സിനിമയാണ്. പിന്നെ ഇതിലൂടെ പറഞ്ഞു പോകുന്നൊരു മെസ്സേജും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതൊക്കെ ഇതിന്റെ സസ്പെൻസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇതേ ഡയറക്ടർ തന്നെ ഗുമസ്തന്റെ അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണോ ഈ ഒരു സിനിമ കമ്മിറ്റ്? ഞാൻ പറഞ്ഞ ആ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ്. അതായിരുന്നു ഒരു മെയിൻ കാരണം. പിന്നെ ഇവരാദ്യം പറഞ്ഞ കഥ ഒന്ന് റീവർക്ക് ചെയ്ത് രണ്ടാമത് വന്നു. അതെനിക്ക് വളരെയധികം വർക്കൗട്ടായി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ടീം സ്ക്രിപ്റ്റിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു നിമിത്തമായിട്ടാണ് വന്നത്. കാരണം സ്ക്രിപ്റ്റിൽ ചേഞ്ചസ് വരുത്താൻ ഇവർ പോയി. പിന്നെ ഞാൻ ഒരു മാസമായിട്ട് ഇവരുടെ ന്യൂസ് ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവർ വേറെ ആരെങ്കിലും വെച്ച് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഗുമസ്തൻ കണ്ടിരുന്നു, നിങ്ങൾ അതിലൊരു സീൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആ ടീമിൻ്റെ ഒരു പടം വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം. പക്ഷേ അത് കുറച്ച് മാറ്റങ്ങളും അവർ റീവർക്ക് ചെയ്യാൻ പോയിട്ട് പിന്നെ കണ്ടില്ല. ചിലപ്പോൾ പടം തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇത് പറഞ്ഞ് വിത്തിൻ 2-3 hours അവർ വിളിക്കുകയാണ്. അതേ ദിവസം അപ്പം തന്നെ. ഒരു മാസമായിട്ട് ഒരു കോൺടാക്ട് ഒരു ഭയങ്കര നിമിത്തമായിട്ട് പെട്ടെന്ന് ജെയ്സാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ആക്ടർ ജെയ്സ് വിളിച്ചിട്ട് പറഞ്ഞു, ബൈ നമ്മളത് റീവർക്ക് ചെയ്തിട്ട് നാളെ കഥ കേൾക്കാൻ പറ്റും. എനിക്കെന്തോ അപ്പം തന്നെ വളരെ പോസിറ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ അത് കേട്ട് നമ്മളത് ഓക്കെ ചെയ്യും. അപ്പം തന്നെ ഓക്കെ. ഈ വർഷം എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. ബാക്ക് ടു ബാക്ക് എനിക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് സിനിമകൾ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നു. അത് ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തതാണോ അതോ പ്ലാൻ ചെയ്തു ഒരു കാത്തിരിപ്പിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും? അപ്പൊ എന്തായാലും എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത്? 25-ാം തീയതി. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പലതും അവസാന നിമിഷം വലിയ പടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു സർപ്രൈസ് എലിമെന്റ് ആയിട്ട് ഇതങ്ങ് വന്ന് കയറി കൊളുത്തിയാലോ പറയാൻ പറ്റില്ല. സോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നോക്കാം. കാരണം ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ മൂഡിലും അങ്ങനത്തെ ഒരു സമയത്തും കാണേണ്ട ഒരു സിനിമയാണ്. ആഘോഷ സിനിമ തന്നെയാണ് പേര് പോലെ. അങ്ങനെയാണ് ഒരു സിനിമ. ഫാമിലിയോട് കൂടി പോയി കാണാവുന്ന ഒരു ഫൺ ഫിലിമാണിത്. സോ പ്ലീസ് ഡു വാച്ച് ഇറ്റ്. ക്രിസ്മസിന് തിയേറ്ററിൽ എത്തുന്ന ആഘോഷം എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും അതിന്റെ റൈറ്ററുമായ ലിസി മാമാണ് നമ്മളോടുള്ളത്. എന്താണ് ആഘോഷം? പേര് പോലെ തന്നെ ഒരു ആഘോഷ സിനിമയാണോ? അതെ, ആഘോഷം സിനിമ ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ യൂത്തിനെ ഉൾപ്പെടുത്തി ഒരു ക്യാമ്പസ് ബേസിൽ, എന്നാൽ അതിൻ്റെ അകത്ത് ഇൻബോൺ ആയൊരു സ്ട്രോങ് കഥയെ ഞങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിട്ട് എല്ലാ ഫാമിലിക്കും ഒരുപോലെ, ഫാമിലിയിലെ എല്ലാ പ്രായമായവർക്കും പിള്ളേർക്കും എല്ലാം കാണാവുന്ന നല്ല പാട്ടുകളോട് കൂടിയ, എന്നാൽ അവസാനം നല്ലൊരു കൃത്യമായൊരു സ്ട്രാറ്റജി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പൊതുജനങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജും ഉണ്ട്. അങ്ങനെ എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമ മാമിന്റെ കഥയാണ് അല്ലേ? മാമിന്റെ കഥ ഡയറക്ടറായ ആമിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട്. അതെ അതെ അതെ. അപ്പം നിർമ്മാതാവും കഥാകൃത്തും ഒരാളാണ്. അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് മാം? ഇത് മാമിന്റെ ആദ്യത്തെ സിനിമയാണോ? അല്ല, സ്വർഗം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മുടെ ആദ്യത്തേത്. CN ഗ്ലോബൽ
ഗ്ലോബൽ മൂവീസാണ് നമ്മുടെ ബാനർ. ഇത് ഞാൻ തന്നെയല്ല നിർമ്മാതാവ്, ഞങ്ങളൊരു ഗ്രൂപ്പ് പ്രവാസികളായ ഞങ്ങൾ 5-6 പേരുണ്ട്. ആദ്യത്തെ സിനിമയിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ 15 പേര് ചേർന്ന് പ്രവാസികളായ ഞങ്ങളുടെ കൂട്ടുകാർ ചേർന്നാൽ സ്വർഗം തുടങ്ങി. ശ്രദ്ധിക്കപ്പെട്ടു, കറക്റ്റ്, ശ്രദ്ധിക്കപ്പെടുകയും ആ കഥയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സിനിമയാണിത്. അത് ഞങ്ങളുടെ ഒരു പ്രവാസികളുടെ ഒരു കൂട്ടായ്മ. ഇതിന്റെ കഥ മാമാണ് എഴുതിയത്. ആദ്യം കഥയാണോ വന്നത് അതോ പ്രൊഡ്യൂസ് ചെയ്യാൻ ശേഷം സ്വന്തം കഥ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അല്ല, എൻ്റെ മനസ്സിൽ പല വിഷയങ്ങളുടെ ഒത്തിരിയേറെ കഥകളുണ്ട്. അതിനെ അതായത് ചുമ്മാ ഒരു പടം നമ്മൾക്ക് എടുക്കണമെന്ന് ആഗ്രഹമില്ല. നമ്മൾ അധ്വാനിച്ച വളരെ വർഷത്തിൻ്റെ അധ്വാനമാണ് ഞങ്ങളുടെയൊക്കെ പ്രവാസികളുടെ പൈസ. അപ്പോൾ നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന സാധനം 10 വർഷം കഴിഞ്ഞ് കണ്ടാലും, ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ശ്രീനിവാസൻ സാറിൻ്റെയൊക്കെ സിനിമകൾ ഇന്നും ചിന്താവിഷ്ടയ ശ്യാമള ഞാൻ ഇരുന്ന് കാണും എന്ന് പറഞ്ഞ പോലെ ചില സാധനങ്ങൾ നമുക്ക് നൽകുന്നത്. എന്നാൽ അതിൻ്റെ അകത്ത് കോമഡിയുണ്ട്, രസമുണ്ട്. അതെ, റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ട്. അതോടൊപ്പം എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ സ്ട്രാറ്റജിയും വേണം. അവർക്ക് കയറണമെങ്കിൽ നമ്മൾ പണ്ട് പറഞ്ഞ ആ സ്ട്രാറ്റജി അവർ കയറില്ല. അപ്പോൾ അത് വെച്ച് ആ പിള്ളേർക്കും കൂടെ വേണ്ടിയിട്ട് ഉള്ള വർക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്. സ്വർഗം പോലെയല്ല ആഘോഷം, രണ്ടും അത് സ്വർഗം ഒരിക്കലും ഒരു യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വം ഒരു പ്രൊഡ്യൂസറുടെ ആ ഒരു ബിസിനസ് തന്ത്രത്തിലാണോ ഇതിലോട്ട് എത്തിയത്, ഒരു ആഘോഷത്തിലേക്ക്? രണ്ട് രീതിയിലാണ് മാർക്കറ്റ്. കാരണം ഞാൻ സ്വർഗത്തിന്റെ ലോഞ്ചിന്റെ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാർക്കറ്റ് ചെയ്ത പോലെയല്ല ആഘോഷം മാർക്കറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? ആ ഒരു ബ്രെയിൻ മാമിന്റെ തന്നെയാണ്. അതൊരു കറക്റ്റ് ക്വസ്റ്റ്യനാണ് ഇപ്പം ചോദിച്ച സാധനം. കാരണം സ്വർഗം സിനിമ ജനങ്ങളിൽ എത്തി എന്നുള്ള ശരിയാണെങ്കിലും അതിന്റെ വിൽപ്പനയുടെ സാധ്യതകൾ അത് വേറെ രീതിയിലാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്തത്. ഞാൻ അതിന്റെ തുടക്കം ഇറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അത് സാമ്പത്തികമായി നമുക്കൊരു വലിയ നേട്ടം തരുന്നില്ലെന്ന് മാത്രമല്ല, നമ്മൾ പൈസ കുറച്ച് നമുക്ക് നഷ്ടം വന്ന പടമാണ്. പക്ഷെ ആ നഷ്ടം പ്രതീക്ഷിച്ചിരുന്നു തോന്നുന്നു. ആ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു അത് വൃത്തിയായിട്ട് കൊണ്ട് എത്തിക്കുക എന്നുള്ളത്. എന്നാൽ നമുക്ക് വിൽക്കേണ്ട സമയത്ത് വിൽക്കുക, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ സിനിമയല്ലേ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സ്ട്രഗിളൊക്കെ വന്നു. പിന്നെ യൂത്ത് കയറിയാലാണ് നമുക്ക് നല്ല ലോങ് റണ്ണിൽ റിപ്പീറ്റ് ഓഡിയൻസ് വരുന്നത്. ഇപ്പോൾ യൂത്ത് ആണ് 2-3 പ്രാവശ്യമൊക്കെ പോയി. തീർച്ചയായിട്ടും അവർ കയറണം, അവർക്കും വേണ്ടിയും കൂടെ ചിന്തിക്കണമെന്ന് ഓർത്തു. മറ്റേതൊരു ഫാമിലി അങ്ങനത്തെ പടമായിരുന്നു. അപ്പോൾ യൂത്തിനെയും കൂടെ ഉൾക്കൊണ്ടു വിട്ടിട്ട് അതുപോലെ തന്നെ നമുക്കൊരു നഷ്ടം വരാതിരുന്നാലല്ലേ നമ്മളിനി അടുത്തൊരു വർക്ക് ചിന്തിക്കൂ. ലാഭമൊന്നുമില്ലേ പോലും, ഞങ്ങൾ ജോലി ചെയ്ത പ്രവാസികളാണ്, ഞങ്ങൾക്ക് ജോലിയുള്ളവരുമാണ് എല്ലാവരും. പക്ഷേ നമുക്ക് ലാഭത്തെക്കാൾ ഒരു നഷ്ടം വന്നാൽ, 2 പ്രാവശ്യം നഷ്ടം വന്നാൽ നമ്മൾ പിന്നീട് ഇത് നമുക്ക് പറ്റിയ പണിയല്ലെന്ന് നമ്മൾ തന്നെ മടുക്കും. ആരോഗ്യപരമായി മടുക്കും, മാനസികമായി മടുക്കും, റിസ്ക് ഉണ്ട്. എന്നിട്ട് നഷ്ടവും കൂടെ വലിയൊരു ബാധ്യത വന്നാൽ നമ്മൾ ഇതിൽ നിന്ന് പോകും. അതേസമയത്ത് നഷ്ടം ഇല്ലെങ്കിൽ നമുക്ക് അനേകം നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും, ഒത്തിരി പേർക്ക് അവസരം കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊരു വലിയൊരു സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ കുറേ താരങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നരയനാണെങ്കിൽ അദ്ദേഹം ക്ലാസ്മേറ്റ്സ് നമ്മുടെ മനസ്സിലുണ്ട്. അത് ഏകദേശം 20 വർഷമായി. പിന്നെ ഇപ്പോൾ ജെയ്സ് ആണെങ്കിൽ കുറേ യുവതാരങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാസ്റ്റൊക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് ഈ കാസ്റ്റിംഗ് പൂർണ്ണമായിട്ടും സംവിധായകന് വിട്ടുകൊടുക്കണം, അതൊരു റൈറ്റർ പ്രൊഡ്യൂസറും ഇതിൽ മാമിൻ്റെയും കൂടി ഇൻവോൾവ്മെന്റ് അതിലുണ്ടായിരുന്നു? എല്ലാത്തിലും എൻ്റെ കൂടെ ഉണ്ട്. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു, ഇന്ന റോള് ചെയ്ത ഇന്നയാൾ. ഞാൻ പാട്ടുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്, 100-800ഓളം പാട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോൾ മാമിൻ്റെ കഥ റൈറ്റർ സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ, അമ്മേൻ്റെ സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അമ്മൻ്റെ കൂടെ ഇരുന്നിരുന്നോ? അമലിനോട് ഇരുന്നു. പല പ്രാവശ്യം ആയിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം തിരുത്തുകയും മാറ്റുകയും ഇൻസിഡൻറ്റുകളെ മാറ്റുകയും കോമഡിയൊക്കെ വേണ്ടി അങ്ങനെയെല്ലാം ഞങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്ത ഒരു ടീം വർക്ക് തന്നെയുണ്ട്. ഇതിനകത്തെ ഒത്തിരിയേറെ പേര് ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ചിന്തിച്ച സാധനമാണ് തിരക്കഥ. അമൽ അതിനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഷൂട്ടിങ്ങിനൊക്കെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പാലായിലാണ് ഞാൻ താമസിക്കുന്നത്. പാലായിൽ നിന്ന് ഞാൻ പാലക്കാടിന് പോയിട്ട് ബാക്കപ്പ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചു വരുന്നു. ഒരു ദിവസം പോലും ഞാൻ വന്നിട്ടില്ല തിരിച്ച്. അവിടെ തന്നെ നിന്നു. കാരണം ഇത്രയും കുട്ടികളുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് യാതൊരു പ്രതിസന്ധിയും പ്രശ്നങ്ങളും കംപ്ലൈൻ്റ് ഒന്നും നമ്മുടെ സൈഡിലുണ്ടായിരുന്ന നിർബന്ധമുള്ള ആളായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ സ്വർഗം പോലല്ല, ഇത് കുറച്ച് രണ്ടാമത്തെ സിനിമയാണ്. അത് ഭയങ്കര ക്യാൻവാസ് ആണ്. അപ്പോൾ ഒരു പുതിയ പ്രൊഡ്യൂസറാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഇത്രയും ക്യാൻവാസിൽ ഇത്ര ആർട്ടിസ്റ്റുകളെ ഒരുമിച്ച് കൊണ്ടുപോകുക? സത്യത്തിൽ ആ ടെൻഷനൊക്കെ മനസ്സിൽ ഈ കുട്ടേട്ടനെയൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ സീരിയസ് ആകുമോ, അവരൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. ബട്ട് അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുട്ടേട്ടനൊക്കെ എന്നെ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതും ഈ ഓടുന്നതൊക്കെ കണ്ടിട്ട് എന്നോട് നേരെ പറഞ്ഞു, നിങ്ങൾ നല്ല വർക്കാണ് ചെയ്തത്. പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് തന്നെയാണ് വളരെ കൂടെ. ഇപ്പം ക്രിസ്മസിനാണ് ഇറങ്ങുന്നത്, കുറേ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അവസാനം കുറേ സിനിമകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഈ പ്ലാൻ ചെയ്തതാണോ? ക്രിസ്മസ് റിലീസ് തന്നെ പ്ലാൻ ചെയ്തതാണോ അത് തുടങ്ങുന്ന സമയത്ത്? നമ്മുടെ ആഗ്രഹമായിരുന്നു. ആഘോഷം എന്ന പേരും ക്രിസ്മസ് ഗാനമുണ്ട്, ന്യൂ ഇയറിന് പറ്റിയ വിഷയമുണ്ട്. അതെല്ലാം ഉള്ളത് കൊണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആ വീക്കുകളിൽ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും സിനിമകൾ ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടോ? അത് നമുക്ക് തിയേറ്റേഴ്സും സ്പ്ലിറ്റ് ആയിട്ടൊക്കെ തിയേറ്റർ സ്പ്ലിറ്റ് ആവും, ഓഡിയൻസ് സ്പ്ലിറ്റ് ആവും. ബട്ട് നമുക്കും കിട്ടും. എന്താണെന്നറിയോ, മലയാളികളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ 2-3 സിനിമ കാണും.
അവധി സമയമൊക്കെ ആയതുകൊണ്ട്. ശരി. അപ്പോൾ അതിലൊന്നും അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അത് തന്നെ പിന്നെ അല്ലാണ്ടോ സിനിമകളും പോയി കാണുന്ന ഒരു കാലം അതിലൊന്നും നമ്മുടെ ആകട്ടെ എടുത്ത പ്രൊഡ്യൂസർമാരെല്ലാം എന്നെ സംബന്ധിച്ച് പൈസ മുടക്കി എല്ലാവരുടെയും പൈസ തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുള്ളൂ. ടെലിഗ്രാമിൽ പോയി കണ്ടിട്ട് നമ്മളെ ഉപദ്രവിക്കരുതെന്ന് തന്നെയാണ്. ഇവിടെ കോടിക്കണക്കിന് ജനം കിടപ്പുണ്ട്, ഓരോ സിനിമയ്ക്കും ലക്ഷക്കണക്കിന് ആൾക്കാരും ഉണ്ട്. അവരെല്ലാവരും കണ്ട് ആർക്കും നഷ്ടം വരാതിരിക്കട്ടെ, അതാണ് ഞാൻ പറയുള്ളൂ. പ്രേക്ഷകരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മുടെ സിനിമ കേരളത്തിൽ വൻ വിജയമാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കും അത് എത്തിക്കാൻ പറ്റും. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം. കാരണം ഞങ്ങൾ ഓരോ പാട്ടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ തിയേറ്ററിൻ്റെ ആ ശബ്ദത്തിൽ കേൾക്കുന്നതിൻ്റെ സുഖം നമുക്കറിയാം. അപ്പോൾ ദയവായി നിങ്ങൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കമ്പനിയെയും ഞങ്ങളോട് വർക്ക് ചെയ്ത ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാരുടെ ഉപജീവന മാർഗവും കൂടെയാണ്, കലാകാരന്മാരുടെ ഉപജീവന മാർഗമാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, തിയേറ്ററിൽ കാണുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് പറയാനുള്ളത്. താങ്ക് യു.